ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, പയ്യോളി ചിക്കൻ കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അബ്ബാര് ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. അപ്പോൾ സാധാരണ ചിക്കൻ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പയ്യോളി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് 2 കപ്പ് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്കൊന്ന് വറ്റൽമുളക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളകാണ്. ഇതാകുമ്പോൾ നല്ല കളറും എന്നാൽ എരിവ് കുറവായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് എടുക്കാൻ നോക്കുക, ഇതില്ലാന്നുണ്ടെങ്കിൽ മറ്റേത് എടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 20 എണ്ണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നല്ലപോലെ സോഫ്റ്റായി വരുമല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ ഒരു നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിലുണ്ടാവും കേട്ടോ, അത് അവിടെ തന്നെ വെക്കുക. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണേ. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ചിട്ടുള്ള മുളക് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ, അത് നമുക്കിതിലേക്ക് മൊത്തത്തിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ മുളകൊന്ന് ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി പെട്ടെന്ന് അരയുമല്ലോ, അതുകൊണ്ട് ആദ്യം തന്നെ മുളകൊന്ന് സെപ്പറേറ്റ് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുളകൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 15 to 16 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് സൈസുള്ള ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 5 വലിയ സൈസ് ആയതുകൊണ്ട് 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, 5 അല്ലി. അപ്പോൾ നിങ്ങളതിൽ കുഞ്ഞു സൈസുള്ള വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 10 വരെ 8 to 10 വരെയൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മുളക് തിളപ്പിച്ചിട്ടുള്ള വെള്ളമില്ല, അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ എന്തായാലും, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അരിയാൻ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ തരികളൊന്നും പാടില്ല കേട്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ചിക്കനിലേക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് തന്നെ എടുക്കുക കേട്ടോ, എങ്കിലേ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ്റെ സൈസ്, കട്ടിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, അതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കണേ. മിക്സിയുടെ ജാറിൽ തന്നെ വെക്കുക. എന്നിട്ട് ബാക്കി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം അത് നമുക്ക് വേറെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു മസാല മൊത്തത്തിൽ നിങ്ങൾ എടുക്കാൻ പാടില്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകയില്ല, നമ്മുടെ ഫെനൽ സീഡ്സ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വിനീഗർ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മുളക് അരക്കുന്ന സമയത്ത് ഉപ്പ് ഓൾറെഡി ഇട്ടതാണ്, അപ്പോൾ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് നന്നായിട്ട് കൈവച്ച് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കനിൽ നല്ലപോലെ മസാല പിടിച്ച് കിട്ടുന്നവരെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുരുങ്ങിയതൊരു 2 മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ ഒട്ടും തന്നെ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു 1/2-3 മണിക്കൂർ എന്തായാലും വെക്കാൻ നോക്കുക. കാരണം എന്തായാലും 2 മണിക്കൂറിന് മേലെയൊക്കെ വെച്ചാലേ ഇതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പയ്യോളി ചിക്കന് മെയിൻ സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ, തേങ്ങ നമ്മളിതിൽ പൊരിച്ചിട്ടിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 1/2 കപ്പ് ടു 1/4 കപ്പ് വരെ എടുക്കുക കേട്ടോ തേങ്ങ. അതിൽ കൂടാൻ നിൽക്കണ്ട, ഓവർ ആയിക്കണ്ട, കാരണം നമ്മൾ 1 കിലോ ചിക്കനല്ലേ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള 2-3 ടേബിൾ സ്പൂണോളം മസാലയില്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തേങ്ങയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരുമുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ മണമൊക്കെ വരും കേട്ടോ. നമ്മൾ
ഒരു അരച്ചിട്ടുള്ള ചമ്മന്തിയുടെയൊക്കെ മണമൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ്, കാരണം മുളകൊക്കെ നമ്മൾ അരച്ചിട്ട് ചെയ്യുന്നതല്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ടെസ്റ്റൊക്കെ ചെയ്ത് കേട്ടോ. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എത്രത്തോളം നിങ്ങളുടെ പാനിൽ കൊള്ളുന്നോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ അങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഓവർ ഇളക്കാൻ നിൽക്കണ്ട, കാരണം നമ്മുടെ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയി പോകും. അതുകൊണ്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം, ഏകദേശം ഒന്ന് സെറ്റായി കിട്ടുന്ന സമയം വരെ ഒന്ന് അവിടെ വെക്കുക. എന്നതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കോട്ടിംഗ് ഒക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് സാധാ നിങ്ങളെങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നവർ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് അങ്ങ് സോഫ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. ചിക്കന് നന്നായിട്ട് മൊരിച്ച് അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ ചിക്കൻ്റെ നമ്മൾ മാറി വരുമല്ലോ, കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ആ ഒരു രീതിക്ക് തന്നെ എടുക്കണം കേട്ടോ. പയ്യോളി ചിക്കൻ എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കട്ടെ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ കരുതണ്ട ഓവറങ്ങ് കരിഞ്ഞു പോയി അങ്ങനത്തെ ഒന്നുമില്ല. ഈ ഒരു കളറിൽ ഈ ഒരു ടെക്സ്ചറിലാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. ഇതാണ് പയ്യോളി ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ ചിക്കൻ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് ഒരു 10-18 പച്ചമുളക്, ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു 18 എടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞു പച്ചമുളകാണ് കേട്ടോ. അത് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, കാരണം എണ്ണ നല്ല ചൂടാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി പച്ചമുളക് ഫ്രൈ ആക്കിയതിന് ശേഷം കുറച്ചധികം തന്നെ കറിവേപ്പില ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി കിട്ടിക്കോളൂ. അപ്പോൾ ഇതുപോലത്തെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം കേട്ടോ, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണേ. ഇനി നമുക്ക് ലാസ്റ്റ് ഈ സെയിം എണ്ണയിലേക്കാണ് നമ്മൾ നേരത്തെ തേങ്ങ മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ, ആ തേങ്ങ മൊത്തത്തിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തീ അങ്ങ് ഓവർ കൂട്ടി വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ടു മീഡിയത്തിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് തീ വീണ്ടും കുറക്കുക, കൂട്ടുക, അങ്ങനെ ചെയ്യുമല്ലോ, ആ ഒരു രീതിക്ക് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളും. ഒന്ന് നല്ലപോലെ കളറ് മാറി നല്ല ക്രിസ്പി ആയിട്ട് വരുമല്ലോ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞിട്ട്, ആ ഒരു രീതി ആകുമ്പോൾ എടുക്കുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിയാനും പാടില്ല, കരിഞ്ഞ ഫ്ലേവർ ആവാനും പാടില്ല, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം എണ്ണ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ഊറ്റിയെടുക്കണേ. ഒന്നിക്ക് ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണ ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് കുറച്ച് സമയം ഇട്ടിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ. എങ്ങനെയായാലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ ഓവറായിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിലൊന്ന് കോരിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ചിക്കൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് കുടഞ്ഞിട്ട് മിക്സ് ആക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ തേങ്ങ നമ്മൾ ഫ്രൈ ആക്കി വെച്ചത് ചിക്കൻ്റെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് ഇതുപോലെ കുടഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്ലേറ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാം കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാലും മതി കേട്ടോ. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റ് സിമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാനുള്ള ഈ ലുക്ക് പോലെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തേങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട്, തേങ്ങ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിയാൻ പാടില്ല എന്നേ ഉള്ളൂ. കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കൊളായും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ പറയുന്നത്. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്